പണി കഴിഞ്ഞാ? പണിയൊക്കെ കഴിഞ്ഞ് ബാക്കി ബാലൻസ് സാധനം ഇതായിരിക്കുന്നു. ചോദിച്ച പൈസ ഉണ്ട്. പോക്കറ്റ് ഒരു പോകാൻ ഇറക്കിയാണോ പൈസ ചോദിച്ചത്? എന്നാ എല്ലാം ഉണ്ട്. ശരിയെന്നു. ഞാൻ കാലെന്താ പറ്റിയത്? കാലം മുറിഞ്ഞിരിക്കുന്നല്ലോ. അത് നല്ല ചോര വരുന്നത്. വാ, അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. അതിന് സമയമൊന്നുമില്ല, ഞാൻ പോവാ, എനിക്ക് അത്യാവശ്യമുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? എന്നാ വാച്ച് തുണി വെച്ച് കെട്ടിത്തരാം. വാ, ആ ചോര അല്ലല്ലോ പോകുന്നത്. മോളിത് കാണണ്ട, ഇനി ടൂറിനെങ്ങാനും പോയില്ലെങ്കിലോ കഴിച്ചു മാറ്റിയേക്കാം. മോളെ എന്നാ പൈസ കിട്ടിയെന്നാ? അച്ഛൻ എവിടെ പോയിരിക്കുവായിരുന്നു? എത്ര നേരം കൊണ്ട് ഞാൻ കാത്തിരിക്കുവാ. ഇനി സ്കൂളിലുള്ളവരെല്ലാരും എന്നെ തിരക്കി കാണത്തില്ലയോ? സാറുമാരൊക്കെ എന്തോ വിചാരിച്ചു കാണും. ഞാൻ ഇനി സ്കൂളിൽ ചെല്ലുമ്പോ അവരൊക്കെ ചോദിക്കത്തില്ല എന്താ ഇത്ര താമസിച്ചെന്ന്. പൈസ ഒപ്പിക്കണ്ടായോ മോളെ? അച്ഛാ, ഇവിടെ ചോരപ്പാട് കിടക്കുന്നൊന്ന് തുടച്ചേക്കണേ. എന്നാലും അവിടെ എങ്ങനെ ചെരുപ്പിനകത്ത് ചോര വന്നു? ഞാൻ മുമ്പേ ഇറങ്ങിയപ്പോ ചോരയില്ലായിരുന്നു. അയ്യോ, അത് അച്ഛന്റെ കാലിലെ ചോരയാണോ ഇനി? അച്ഛനല്ലേ പിന്നെ വന്ന്? ചോര കണ്ടിട്ട് എന്റെ മോക്ക് മനസ്സിലായില്ല. മോളെന്താ തിരിച്ചു പോരുന്നേ? ഞാൻ പോകുന്നില്ല അച്ഛൻ. അതെന്താ മോളെ, നല്ലൊരു അവസരമായിരുന്നല്ലോ. അതവിടെ ഇരിക്കട്ടെ, അച്ഛന്റെ കാലെങ്ങനെ മുറിഞ്ഞ്? കേടായ സ്വിച്ചും പ്ലഗ് മാറാനായിട്ട് പോയതാ. കാല കുപ്പിച്ചിലുള്ളൂന്ന് അറിഞ്ഞില്ല. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് തന്നെ മാറിയതാ. മാറിയപ്പോൾ എന്തോ കറണ്ട് അടിച്ച്, അങ്ങനെ ഓടിപ്പോയി ഓഫ് ചെയ്തതാ. കാല കുപ്പിച്ചില്ലാതാക്കാം. ഞാൻ പോകുന്നില്ല അച്ഛാ ടൂറിന്. ടൂറ് പിന്നെ ആയാലും വരുമല്ലോ, പിന്നെ പോയിക്കോളാം. ആദ്യം അച്ഛനെ ആശുപത്രി കൊണ്ടുപോട്ടെ. അച്ഛൻ ഒന്നാമത് വയ്യ. അച്ഛനില്ലാതെ എനിക്ക് വേറെ ആരും ഇല്ല. എന്തായാലും എൻ്റെ മോള് എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി.